ഹലോ ഗായ്സ്, ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് നീസ്ബോറോ എന്നൊരു സ്ഥലത്തേക്കാണ്. ഒത്തിരി ആളുകൾ അറിയാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞാൻ പോയത് ശരിക്കും ട്രെയിനിലാണ്. ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റാണ് ഏകദേശം എടുക്കുന്നത്. ഞാൻ മിഡിസ്ബ്രോയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ മിഡിസ്ബ്രോ ടു യോർക്കിന് ചേഞ്ച് ചെയ്ത് യോർക്ക് ടു നീസ്ബോറോയിലേക്ക് വരെ ട്രെയിൻ കയറേണ്ടതാണ്. കാറിൽ പോവുകയാണെങ്കിൽ ഏകദേശം 50 മിനിറ്റാണ് എടുക്കുന്നത്. ട്രാവലിങ്ങിന് ചിലവായത് എനിക്ക് വൺ സൈഡ് ഏകദേശം 25 പൗണ്ട്സാണ് ചിലവായത്. നിങ്ങൾ ട്രെയിനിൽ വന്നാണ് ഇറങ്ങുന്നതെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് 6 മിനിറ്റോളം മദർ ഷിപ്റ്റൻസ് കേവിലേക്ക് നടക്കാനുണ്ട്. ഇവിടുത്തെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസൊക്കെ നിങ്ങൾക്ക് മാപ്പിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ ചെറിയൊരു മാപ്പ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞങ്ങൾ പോയ ദിവസം മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയൊന്നും ആസ്വദിക്കാൻ സാധിച്ചില്ല. എന്നാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ വന്നു. പോകുന്ന വഴിക്ക് ഒരു ചർച്ചൊക്കെയുണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഈ മരത്തിൽ കാണുന്നതൊക്കെ നിറച്ചും ആപ്പിളാണ്. ഇതെല്ലാം പഴുത്തിട്ടൊന്നുമില്ല, പച്ചയാണ്. കുറേയൊക്കെ നിലത്തൊക്കെ ചാടി കിടക്കുന്നത് കാണാം. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ബോട്ടിങ് കയറാം. അങ്ങ് ദൂരെ കാണുന്നതാണ് വയഡക്ട്. അതൊരു ഫേമസ് ഒരു ട്രെയിൻ പോകുന്ന ബ്രിഡ്ജാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് മദർ ഷിപ്റ്റൻസ് കേവിലേക്ക് നമുക്ക് പോകാം. ഇതാണ് മദർ ഷിപ്റ്റൻസ് കേവിലേക്കുള്ള എൻട്രി. ഏകദേശം ഒരാൾക്ക് 13 പൗണ്ടാണ് ആകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 1 പൗണ്ട് കൊടുത്താൽ ഒരു ഗൈഡ് ബുക്കും കിട്ടും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അതിൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു ബാൻഡ് കൂടി കയ്യിൽ കിട്ടും. ആ കെട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറ്റിവിടുന്നത്. മദർ ഷിപ്റ്റൻസ് കേവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ പണ്ട് ഒരു വിച്ച് താമസിച്ചിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഒത്തിരി വർഷം പഴയ കാലത്തേക്ക് പോകേണ്ടി വരും. പണ്ട് ഇവിടെ ഒരു ഓർഫനായിട്ടുള്ള ഗേൾ താമസിച്ചിരുന്നു. ആരുമില്ലാത്ത ആ പെൺകുട്ടി ഒരാളുമായി സ്നേഹത്തിലായി. പിന്നെ ആ പെൺകുട്ടി പിന്നെ ഒരു ഗർഭിണിയായി. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര ചൂഷണവും ഭയങ്കര ഒരു ഇതൊക്കെയായിരുന്നു ആ കുട്ടിക്ക് ഏറ്റത്. അപ്പോൾ ആ പെൺകുട്ടി ഈ കേവിൽ വന്ന് പിന്നെ താമസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ടായി. അങ്ങനെ ആ കുട്ടി ജനിച്ചത് 1488 അങ്ങനെ വെറും സാധാരണ രീതിയിലല്ല കുട്ടി ജനിച്ചത്. ആ കുട്ടി ജനിക്കാൻ നേരത്ത് ഭയങ്കര കാറ്റും ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു. ആ പെൺകുട്ടിയുടെ ശരിക്കുള്ള പേര് ഉർസുല സൊന്തേൽ എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ പിന്നീടാണ് ആ പെൺകുട്ടി മദർ ഷിപ്റ്റൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആ കുട്ടി പിന്നീട് എങ്ങനെയാണ് മദർ ഷിപ്റ്റൺ എന്ന് അറിയപ്പെട്ടത്, എങ്ങനെയാണ് ഈ കേവൊക്കെ ഭയങ്കര ഫേമസ് ആയി പോയത്. നമുക്കതിനെക്കുറിച്ച് ഇനി സംസാരിക്കാം. മദർ ഷിപ്റ്റൻ്റെ അമ്മയും ഏകദേശം 2 കൊല്ലത്തോളം ഈ കേവിൽ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കുറച്ച് നാൾക്ക് ശേഷം ദൂരെ നിന്ന് ഒരാൾ വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ വരികയും ഇവർ രണ്ടുപേരെ 2 സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ മദർ ഷിപ്റ്റൻ്റെ അമ്മ ഒരു കോൺവെന്റിൽ താമസിക്കുകയും കുറച്ച് നാൾക്ക് ശേഷം എന്തോ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. മദർ ഷിപ്റ്റനെ നോക്കിയിരുന്നത് ഒരു ലോക്കൽ ഫാമിലിയാണ്. മദർ ഷിപ്റ്റനെ കാണാൻ മറ്റുള്ള കുട്ടികളെക്കാളും വ്യത്യസ്തമായിരുന്നു. നീണ്ടിരിക്കുന്ന ഒരു മൂക്കും ചെറിയൊരു കൂവിനും ഒരു വടിയുടെ സഹായം കൂടാതെ നടക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ ഈ മദർ ഷിപ്റ്റനെ ഭയങ്കരയേറെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ആ സഹിക്കാൻ വയ്യാതെ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ മദർ ഷിപ്റ്റൻ ഈ അമ്മയും മോളും താമസിച്ചിരുന്ന ഈ കേവിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നീടുള്ള കാലം മുഴുവനും ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. മദർ ഷിപ്റ്റന് പിന്നെ കൂട്ടായുള്ളത് ഈ കാട്ടിലെ മരങ്ങളും ഈ കിളികളും അങ്ങനത്തെ ഓരോ ചെടികളൊക്കെ ആയിരുന്നു പിന്നീട് കൂട്ടായിട്ടുള്ളത്. അങ്ങനെ പിന്നീടാണ് മദർ ഷിപ്റ്റന് തൻ്റെ ഒരു മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്.
അത് വേറൊന്നുമല്ല, ഒരു ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് മദർ ഷിപ്റ്റന് മനസ്സിലായി. അങ്ങനെ മദർ ഷിപ്പൻ പ്രൊഡിക്റ്റ് ചെയ്ത ഒത്തിരിയേറെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോന്നായി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റുള്ളവരും അങ്ങനെ വിശ്വസിച്ചു ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ ഓരോരുത്തരും മദർ ഷിപ്പിനെ പിന്നെ കാണാൻ വരികയും തൻ്റെ ആവശ്യങ്ങൾ പറയുകയും അതെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ഈ മദർ ഷിപ്പിനെ പിന്നെ ഒരു വിച്ചായിട്ടാണ് കണക്കാക്കിയത്. ഈ കാണുന്നത് വേറൊന്നുമല്ല, വേറൊരു വെറൈറ്റി രീതിയിലുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഓരോരുത്തർ വരുമ്പോഴും ഓരോ കോയിൻ കൊണ്ടുവന്ന് ഈ മരത്തിൽ അടിക്കുകയും ഏതെങ്കിലും വിഷ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അടിക്കുന്നത്. അതെല്ലാം സാധിക്കുമെന്നാണ് വിശ്വാസം. എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഓർമ്മ അടിച്ചു നോക്കി ഒരു വിഷ് ചെയ്തിട്ട് നടക്കില്ലയോ നമുക്ക് നോക്കാം. ഇവിടെ കുട്ടികൾക്കായിട്ട് ഒത്തിരി കാഴ്ചകൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് വേണ്ടി കുറേ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആൾക്കാരും, നമുക്ക് ഓരോ ടെൻ്റൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അവരോട് സംസാരിക്കാനും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. To make a wish with Peter Pan, but because he's not here, I think we can make a wish instead. So would you guys like some fairy just to make a wish with me? Can you put your hand like this for me? Does anybody else want some? Yeah, you can pass it. What I'd like you to do is to think really, really hard about your wish, okay? And when you're ready, just close your eyes and വിഷ് മനസ്സിൽ വിചാരിക്കണോ? Wonderful. And you see that little bit stuck to your hand? Yeah. That's going to protect your wish till it comes true, okay? But even if that disappears, that magic is going to stay there forever and ever, alright? Can you guys promise me something? Yeah. There's a certain pirate walking around today, and he's trying to steal everyone's fairy dust. So can you promise not to share any with him, because he'll cause quite a bit of mischief with it, won't he? Yeah. Does anyone want to take a picture of me before you go on your big adventure? Yeah. ഉർസുല സൊന്തേൽ എന്ന പേരിൽ നിന്ന് മദർ ഷിപ്റ്റൺ എന്ന പേരിലേക്ക് എങ്ങനെ വന്നത് നമുക്ക് ഇനി നോക്കാം. മദർ ഷിപ്റ്റൺ ഒരു കല്യാണം കഴിച്ചു. അത് 24 വയസ്സിലായിരുന്നു കല്യാണം കഴിച്ചു. ഒരു ലോക്കൽ ഒരു കാർപ്പൻ്ററെയാണ് കല്യാണം കഴിച്ചത്. അത് യോർക്കിൽ നിന്നൊരു ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ടോബിയ ഷിപ്റ്റൺ എന്നാണ്. അങ്ങനെ ടോബിയ ഷിപ്റ്റൺ ചെറുപ്രായത്തിൽ തന്നെ മരണമടഞ്ഞു. അങ്ങനെ അവർ 2 കൊല്ലത്തോളമാണ് ഒരുമിച്ച് താമസിച്ചത്. അവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതിനാലും തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതീകമായി ടോബിയ ഷിപ്റ്റൺ എന്ന പേര് സ്വീകരിക്കുകയും പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ആ വില്ലേജിലെ ഏറ്റവും പ്രായമായ ലേഡി ആയതിനാലും മദർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മദർ ഷിപ്റ്റൺ എന്ന പേര് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ 1561 73 വയസ്സിലാണ് മദർ ഷിപ്റ്റൺ മരണമടയുന്നത്. മദർ ഷിപ്റ്റൻ്റെ മരണം എപ്പോൾ നടക്കുന്നത് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് താൻ മരിക്കുന്നതിന് തലേദിവസം തന്നെ തൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുകയും ഗുഡ് ബൈ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് മദർ ഷിപ്റ്റനെ ഒരു വിച്ചായിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും കണ്ടിരുന്നത്. പിന്നീട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസസ് ആക്കുകയും ഓരോരുത്തരോട് വന്ന് കാണുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് പെട്രിഫൈങ് വെൽ. ഇതാണ് ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് വിസിറ്റഡ് അട്രാക്ഷൻ. ഇത് ഓപ്പൺ ചെയ്ത് 1630 ഇതൊരു മാജിക്കൽ വാട്ടർ എന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളം എന്തിൽ തൊട്ടാലും അത് പെട്ടെന്ന് തന്നെ കല്ലായി മാറും. പണ്ടത്തെ കാലത്ത് ആളുകൾ ഇവിടെ വന്ന് അത് കുടിച്ചിരുന്നു, അവരുടെ അസുഖങ്ങൾ മാറുമെന്ന് കരുതി. പക്ഷേ 17th സെഞ്ച്വറിയിൽ ഒരു ഫിസിഷ്യൻ ഈ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ ഹൈ മിനറൽ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇത് ആരോടും കുടിക്കരുതെന്നും ഇത് അപകടകരമായ ഒരു രീതിയാണെന്നും പറഞ്ഞു മനസ്സിലാക്കി.
ഇതാണ് മദർ ഷിപ്റ്റൺ ജനിച്ചതും വളർന്നതുമായ കേവ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. മദർ ഷിപ്റ്റൻ്റെ ഒരു സ്റ്റാച്ചു കൂടി ഈ കേവിലുണ്ട്. ഇതാണ് വിഷിംഗ് വെല്ല്. ഇവിടെ ഉള്ളിൽ കയറി നമ്മൾ കണ്ണടച്ച് ഒരു കാര്യം വിഷ് ചെയ്താൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് മ്യൂസിയമാണ്. ഇവിടെ പെട്രിഫൈങ് വെല്ലിൽ കല്ലായി പോയ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മദർ ഷിപ്റ്റണിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഒരാൾക്ക് 10 പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസന് 7 പൗണ്ടും ഫാമിലിക്ക് 25 പൗണ്ടും. അതിൽ ഇൻക്ലൂഡ് ആകുന്നത് 2 മുതിർന്നവരും 2 കുട്ടികളുമാണ്. 1 ഹവറാണ് നമുക്ക് സമയം തരുന്നത്. ബോട്ടിൽ കയറുമ്പോൾ കുട്ടികൾ മാത്രമാണ് സേഫ്റ്റി വെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഈ പുഴയിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ അത്രയും വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കാനായി ഒന്നും തന്നെയില്ല. പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് കയറി തുഴയാൻ തുടങ്ങി. നാട്ടിലെ വള്ളം തുഴഞ്ഞുള്ള പരിചയം വെച്ചുകൊണ്ടാണ് കയറിയത്. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു. എൻ്റെ പുറകിൽ കാണുന്നത് ഇത് ഫേമസ് ആയിട്ടുള്ള ദ വയഡക്റ്റ് ആണ്. ഇത് ആദ്യമായി നിർമ്മാണം തുടങ്ങിയത് ഏപ്രിൽ 1847 മാർച്ച് 1848 ഇടയിലാണ്. ഇത് ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. ഇത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇത് മുഴുവനായി പൊളിഞ്ഞു വീണു. ഭാഗ്യവശാൽ ആരും തന്നെ മരിച്ചില്ല. പക്ഷേ ഈ പുഴയിലെ മീനുകൾ മുഴുവനുമായും ചത്തുപൊങ്ങി. ബ്രിഡ്ജ് പണിയാൻ ഉപയോഗിച്ച സിമെൻറ്റിൽ ലൈമിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ബ്രിഡ്ജ് പൊളിഞ്ഞ് പുഴയിൽ വീണ് അത് ഒരു ഡാമായി മാറി. ഇവിടെ ഫ്ലഡ് ഉണ്ടായി. അത് ഇവിടെ എല്ലായിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിന് 10,000 പൗണ്ടാണ് ചിലവായത്. അന്നത്തെ കാലത്ത് അത് ആർക്കും ഓർക്കാൻ പോലും പറ്റാത്ത തുകയായിരുന്നു. ബ്രിഡ്ജ് പൊളിഞ്ഞ് വീഴാൻ കാരണം ഹെവി റെയിനും പണിക്കാരുടെ അശ്രദ്ധയും മൂലമായിരുന്നു. അത് കഴിഞ്ഞ് ബ്രിഡ്ജ് ഒന്നുകൂടി പണിയാൻ തുടങ്ങി. അത് കംപ്ലീറ്റ് ആയത് 1851 ഗൈസ്. അങ്ങനെ യുകെയിൽ ആദ്യമായി വാഴ കണ്ടു ഗൈസ്. വാഴ, നമ്മുടെ സ്വന്തം വാഴ. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഉടനെ വരുന്നതാണ്. അതും വരെ ബായ്.